നമസ്കാരം. ഓസ്ട്രേലിയ മലയാളികൾക്ക് ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. എവിടെ ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെയായാലും സർക്കാരാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. ഓസ്ട്രേലിയൻ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കപ്പെടുന്ന IS ബ്രൈറ്റ് സിറിയയിലെ ക്യാമ്പുകളിൽ നിന്ന് തിരികെ കൊണ്ടുവരില്ലെന്ന ശക്തമായ നിലപാട് ഉറച്ച് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി. രാജ്യത്തിന്റെ സുരക്ഷയാണ് സർക്കാരിന് പ്രധാനമെന്നും സ്വന്തം ഇഷ്ടപ്രകാരം തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പിന്തുണയ്ക്കുവാൻ പോയവരെ സർക്കാർ സ്വന്തം ചെലവിലോ ഉത്തരവാദിത്തത്തിലോ തിരികെ എത്തിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ സിറിയയിലെ വടക്കുകിഴക്കൻ മേഖലയിലുള്ള അൽറോജ് ക്യാമ്പ് ആഴ്ചകൾക്കകം അടച്ചുപൂട്ടുവാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. നിലവിൽ 11 ഓസ്ട്രേലിയൻ വനിതകളും 23 കുട്ടികളും ഉൾപ്പെടെ 34 പേരാണ് ക്യാമ്പിലുള്ളത്. ഇതിനു പുറമെ പുതുതായി 2 ഓസ്ട്രേലിയൻ വനിതകളെ കൂടി ഇവിടെ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഈ 34 അംഗ സംഘം ക്യാമ്പ് വിട്ട് ഡമാസ്കസിലേക്ക് രക്ഷപ്പെടുവാൻ ശ്രമിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ സിറിയൻ അധികൃതർ ഇവരെ തിരിച്ചയക്കുകയായിരുന്നു. ഓസ്ട്രേലിയൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള അമേരിക്കൻ തീരുവ 10% തുടരുമെന്ന് വ്യാപാര മന്ത്രി ജോൺ ഫാരൽ അറിയിച്ചു. താരിഫ് ഏർപ്പെടുത്തുന്നതിനായി നിലവിലുള്ള നടപടികൾ നിയമവിരുദ്ധമാണെന്ന് അമേരിക്കൻ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ആഗോള താരിഫ് 15% ഉയർത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ നിരക്ക് മാറ്റമില്ലാതെ തുടരുമെന്ന് അറിയിച്ചതായും മന്ത്രി അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള മെസ്സേജിംഗ് സംവിധാനം രാജ്യത്ത് ഉടൻ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ അധികൃതർ. പ്രകൃതി ദുരന്തങ്ങൾ, ഭീകരാക്രമണം തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് വേഗത്തിൽ സന്ദേശങ്ങൾ എത്തിക്കുകയാണ് പുതിയ നാഷണൽ എമർജൻസി മൊബൈൽ അലർട്ട് സിസ്റ്റത്തിന്റെ ലക്ഷ്യം. നിലവിലുള്ള SMS അധിഷ്ഠിത സംവിധാനത്തേക്കാൾ വേഗതയേറിയതും കൃത്യവുമായ സെൽഫ് ബ്രോഡ്കാസ്റ്റ് സാങ്കേതികവിദ്യയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തപ്പോഴും നെറ്റ്വർക്കിൽ തിരക്കുള്ള സമയത്തും നിമിഷങ്ങൾക്കകം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് മുന്നറിയിപ്പ് സന്ദേശങ്ങൾ എത്തിക്കുവാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും. ഫോൺ സൈലന്റ് മോഡിലായാൽ പോലും പ്രത്യേക ശബ്ദത്തോടും വൈബ്രേഷനോടും കൂടി സന്ദേശം ദൃശ്യമാകും. ജൂലൈ മാസത്തോടെ വിവിധ ഭാഗങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സന്ദേശങ്ങൾ അയച്ചു തുടങ്ങും. Every day, watch me stand tall, light up, see her glow up. Every day, every you, hey you, feel the love. Every day, every day, every you. Affordable, lightweight lifestyle jewelry for every day, every you. Zoe from Malabar Gold and Diamonds. ക്വീൻസ്ലാൻഡിൽ വരും ദിവസങ്ങളിൽ അതിരൂക്ഷമായ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടേണ്ടി വരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഒരേ സമയം 2 ചുഴലിക്കാറ്റുകൾക്ക് സാധ്യതയുള്ള സൈക്ലോൺ സാൻഡ്വിച്ച് പ്രതിഭാസമാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വടക്കൻ മേഖലകളിലും പടിഞ്ഞാറൻ മേഖലകളിലും ഒരേ സമയം ന്യൂനമർദ്ദം രൂപപ്പെടുവാൻ സാധ്യതയുണ്ട്. ചുഴലിക്കാറ്റ് ഭീഷണിക്ക് പുറമെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഇതിനോടകം തന്നെ പലയിടങ്ങളിലും നദികൾ കരകവിഞ്ഞൊഴുകുകയുമാണ്. തീരദേശവാസികളോടും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോടും ജാഗ്രത പാലിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമ ഓസ്ട്രേലിയയിൽ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ 3 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടുത്ത കാലാവസ്ഥാ വ്യതിയാനം തുടരുന്നതിനിടെയാണ് ഈ അപകടം സംഭവിച്ചത്. പെർത്തിന് സമീപമുള്ള പ്രദേശങ്ങളിലാണ് മിന്നലേറ്റ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പരിക്കേറ്റ 3 പേരെയും ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പ്രാഥമിക വിവരം. പശ്ചിമ ഓസ്ട്രേലിയയുടെ തെക്ക് പടിഞ്ഞാറ് മേഖലകളിൽ അതിശക്തമായ കാറ്റും ഇടിമിന്നലോടും കൂടിയ മഴയും തുടരുകയാണ്. മിന്നൽ പിണറുകൾ വനമേഖലകളിൽ ചെറിയ തോതിലുള്ള തീപിടുത്തങ്ങൾക്കും കാരണമാക്കിയിട്ടുണ്ട്. തുടർന്നും ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കർശന നിർദ്ദേശം നൽകി. 2026 ഓസ്ട്രേലിയയിലെ ഏറ്റവും മികച്ച ബീച്ചുകളുടെ പട്ടികയിൽ സിഡ്നിയിലെ ബാക്ക് ബേ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ക്രോൺല, നോർത്ത് ടോർൺല, എലൌറ, വാൻഡ എന്നീ 4 പ്രധാന കടൽ തീരങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം.
പ്രശസ്ത ബീച്ച് വിദഗ്ധനായ ബ്രാൻഡ് ഫാർമ തയ്യാറാക്കിയ ടോപ്പ് 10 ഓസ്ട്രേലിയൻ ബീച്ചസ് 2026 പട്ടികയിലാണ് ബേഡ് ബേ ഒന്നാമതെത്തിയത്. ക്വീൻസ്ലാൻഡിലെയും വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെയും ലോകപ്രശസ്തമായ പല ബീച്ചുകളെയും പിന്നിലാക്കിയാണ് ഈ നേട്ടം. മികച്ച സർഫിംഗ്, കുടുംബങ്ങൾക്കായുള്ള സുരക്ഷിതമായ അന്തരീക്ഷം, നഗരത്തിൽ നിന്നുള്ള എളുപ്പത്തിലുള്ള യാത്രാ സൗകര്യം എന്നിവ ബേഡ് ബേയെ ഈ നേട്ടത്തിന് അർഹമാക്കി. സൗത്ത് ഓസ്ട്രേലിയയിലെ വിവിൻ ബേ, ക്വീൻസ്ലാൻഡിലെ റെയിൻബോ ബീച്ച് എന്നിവയും ആദ്യ 3 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 2020 ലോകകപ്പിലെ നിർണായക സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യക്ക് 72 റൺസ് വിജയം. ഇന്ത്യ ഉയർത്തിയ 257 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയുടെ ഇന്നിംഗ്സ് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസിൽ അവസാനിച്ചു. ഇന്ത്യയ്ക്കായി ഹർഷീത് സിംഗ് 3 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, ശിവം ദുബെ എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. അർദ്ധ സെഞ്ചുറി നേടിയ ഓപ്പണർ അഭിഷേക് ശർമ്മ, 23 പന്തിൽ 50 റൺസ് നേടിയ ഹാർദിക് പാണ്ഡ്യ, 16 പന്തിൽ 44 റൺസ് നേടിയ തിലക് വർമ്മ എന്നിവരുടെ ബാറ്റിംഗ് കരുത്തിലാണ് ഇന്ത്യൻ കൂറ്റൻ സ്കോർ നേടിയത്. ഓപ്പണറായി തിരിച്ചെത്തിയ സഞ്ജു സാംസൺ 15 പന്തിൽ 24 റൺസും നേടി. അതേസമയം അടുത്ത മത്സരത്തിൽ വിൻഡീസിനെ തോൽപ്പിച്ചാൽ ഇന്ത്യക്ക് സെമി ഫൈനൽ ഉറപ്പാക്കുവാനാകൂ. മാർച്ച് 1-നാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം. Thinking about buying, building, or investing in property? Discover everything you need at the Cardinia Real Estate Exhibition, your local property event under one roof. Meet trusted builders, developers, agents, and finance experts, and explore the latest homes and investment opportunities. Join us Saturday, 14th March, at the Cardinia Cultural Centre in Pakenham from 9 a.m. to 5 p.m. Free entry. Register now at nearestate.com. We'll see you at the Cardinia Real Estate Exhibition. വിക്ടോറിയൻ തീരത്ത് നിന്ന് ഏകദേശം 2 കോടി വർഷം പഴക്കമുള്ള തിമിംഗലത്തിന്റെ അപൂർവമായ ഫോസിൽ കണ്ടെടുത്തു. കടൽ തീരത്ത് ഉല്ലാസയാത്രയ്ക്ക് എത്തിയ കുടുംബമാണ് മണലിനും പാറകൾക്കുമിടയിൽ ഉറച്ച നിലയിൽ ഈ ഫോസിൽ ആദ്യമായി ശ്രദ്ധിച്ചത്. ഉടൻ തന്നെ ഇവർ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. പ്രാഥമിക പരിശോധനയിൽ ഈ ഫോസിലിന് ഏകദേശം 20 ദശലക്ഷം വർഷം പഴക്കമുണ്ടെന്ന് വിദഗ്ധർ സ്ഥിരീകരിച്ചു. മ്യൂസിയം വിക്ടോറിയയിലെ പാലിയന്റോള ജിയോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ അതീവ ജാഗ്രതയോടെയാണ് ഫോസിൽ പുറത്തെടുത്തത്. കണ്ടെടുക്കപ്പെട്ട ഫോസിൽ കൂടുതൽ പഠനങ്ങൾക്കായി മെൽബൺ മ്യൂസിയത്തിലേക്ക് മാറ്റി. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് ശാസ്ത്രജ്ഞർ അറിയിച്ചു. വിവാദ സിനിമ കേരള സ്റ്റോറി 2ന്റെ റിലീസ് 15 ദിവസത്തേക്ക് തടഞ്ഞ ഹൈക്കോടതി. സിനിമ മതസൌഹാർദ്ദത്തിന് ഭീഷണിയാകുമെന്ന് നിരീക്ഷിച്ചും സെൻസർ ബോർഡ് വീണ്ടും സിനിമ കാണണമെന്നും ആവശ്യപ്പെട്ടാണ് സ്റ്റേ ചെയ്തത്. കേരള സ്റ്റോറി കണ്ട് വിലയിരുത്താനായില്ലെന്നും സിനിമ കാണാൻ അവസരം ഒരുക്കുന്നതിൽ നിന്ന് നിർമ്മാതാക്കൾ ഒഴിഞ്ഞുമാറിയെന്നും ഹൈക്കോടതി വിമർശിച്ചു. സിനിമയ്ക്കെതിരായ 2 ഹർജികളും നിലനിൽക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി.